എപ്പ കുടുങ്ങൂന്ന് പറയാൻ വയ്യ. നിങ്ങളറിയോ, വൈദ്യനാഥൻ വക്കീലിന് ഈ വീണ അടക്കമുള്ള പ്രതിയായിട്ടുള്ള കേസ് SFIO അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി KSIDC വഴി കൊടുത്തത് 50 ലക്ഷം ഉറുപ്പിക, ചെലവായത് 90 ലക്ഷം രൂപ. അതെങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തിന്റെ പൊതുസ്വത്ത് എടുത്തിട്ട് മകളുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ വക്കീലിന് കൊടുക്കുക? ഇത് ഒഫീഷ്യൽ രേഖല്ലേ? എന്റെ പേരിൽ കേസുണ്ടല്ലോ, 1, 2, 14 കേസ്. ഞാൻ 4 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ എന്റെ കേസ് ഉണ്ടായിരുന്നു. വക്കീലിന് പൈസ കൊടുക്കണ ബേജാറിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ. കാര്യം എന്താണ്? എന്റെ കേസ് ഞാനാണ് നടത്തുന്നത്. ഞാൻ എന്റെ പാർട്ടിയിൽ നിന്ന് 10 ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല. കാര്യം എന്ത്? എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിച്ചാൽ അത് തെളിയിച്ച് ഇവിടെ വന്ന് നട്ടല് നിവർത്തി നിൽക്കണമെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എന്റേതാണ്. ഞാൻ ഒറ്റക്ക വാദിക്കണത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് KSIDC പൈസ കൊടുക്കാൻ ഇത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാ? കേരളത്തിന്റെ KSIDC ഇവിടുത്തെ ഖജനാവ് അല്ലല്ലോ. നിങ്ങൾ അരവിന്ദ് P. ദത്താർ 1 കോടി രൂപയാണ് ആ വക്കീലിന്റെ ഫീസ്, ഇല്ലേ? ഏതായാലും സഖാക്കള് ചെവിയിൽ നുള്ളിക്കോ. അടുത്ത കാലത്ത് വീണ അറസ്റ്റിലാവും. അപ്പൊ പിഞ്ഞ ന്യായം പറയരുത്. അമ്മോഷനും രാജിവെക്കണം, മരുമോനും രാജിവെക്കണം. മനസ്സിലായിക്കോങ്ങള്. ഒരു പടി ഒറ്റ പടിയിൽ തീരുള്ള 2 എണ്ണം പൊട്ടണം. അമ്മോഷൻ രാജിവെക്കണം, കൂട്ടത്തിൽ മരുമോനും രാജിവെക്കണം. അത് അങ്ങനെ പറ്റൂ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് വീണക്കെതിരെ കൃത്യമായ തെളിവുണ്ടല്ലോ, നിങ്ങൾ തള്ളിപ്പറയോ? CPM-കാരാ പിണറായി വിജയൻ തള്ളിപ്പറയണ്ട, അത് അദ്ദേഹത്തിന്റെ മോളല്ലേ. കാരണം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ആ PV ഞാനല്ല, പക്ഷെ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മോളാണ്, ഉറപ്പാണല്ലോ. പക്ഷേ ഞാൻ ചോദിക്കേണ്ടത്, CPM-കാരെന്താ തള്ളിപ്പറയാത്തത്?